ഇവനെ കിട്ടിയ പിന്നെ ഉണ്ടല്ലോ മണിക്കൂറുകൾ ചെലവാക്കിയിട്ടുള്ള അടിച്ചു വാരലും തുടക്കലൊക്കെ ഞാനങ്ങ് നിർത്തിയിട്ടാ. സത്യം പറഞ്ഞത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്റെ കയ്യിലുള്ള ഈ ഒരു അലർജിയാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്റ്റീറോയിഡ് ഓയിൻമെന്റ് ഒക്കെ ഇടേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ അവസാനം ഞാൻ എത്തിപ്പെട്ടത് ടിൻകോയുടെ ഈ ഒരു ഫ്ലോർ വാഷറിലാണ് കേട്ടോ. അപ്പൊ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇത് ടിൻകോയുടെ i5 സ്ട്രെച്ച് പ്ലസ് ഫ്ലോർ വാഷർ ആണ് കേട്ടോ. ഇത് കോഡ്ലെസ് ആണ്. ഇത് സെറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷനും പിന്നെ ഒരു എക്സ്ട്രാ മോപ്പും ക്ലീനിങ് ബ്രഷും ചാർജറും എല്ലാം തന്നിട്ടുണ്ട്. ഇത് ചാർജ് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ഈ ഒരു ക്ലീൻ വാട്ടർ ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കാം. ഇതിനകത്തേക്ക് ടിൻകോയുടെ തന്നെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒരു മൂടി അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ ലിഡ് അടച്ചു വെച്ച ശേഷം നമുക്ക് തിരിച്ചതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് താനേ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും കേട്ടോ. നമ്മൾ ഉന്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വെറുതെ ഇത് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മൾ ആദ്യം അടിച്ചു വരും പിന്നെ തുടയ്ക്കും അങ്ങനെയൊക്കെ അല്ലേ. ഇതിൽ അതിന്റെ ഒന്നും കാര്യമില്ല. ഒറ്റ അടിക്ക് തന്നെ അടിയും തൊടയും എല്ലാം തീരും. ഇത് നമുക്ക് ഇതുപോലെ നിവർത്തി ഫ്ലാറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കട്ടിലിന്റെ അടിയിലും സോഫേന്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴുക്ക് വെള്ളം മുഴുവൻ വാക്യൂം ചെയ്ത് ഈ ടാങ്കിൽ കളക്ട് ആവും കേട്ടോ. അതൊരിക്കലും തിരിച്ച് മോപ്പിലോട്ട് വീഴൂല. പിന്നെ ഈ ഒരു സംഭവം മാത്രമേ നമുക്ക് കഴുകി വെക്കാനുള്ളൂ കേട്ടോ. ഇതിന്റെ മോപ്പ് പോലും നമ്മൾ കഴുകണ്ട. അത് ജസ്റ്റ് ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ താനേ അത് ക്ലീൻ ആയി കിട്ടും. അപ്പൊ ഇതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്നെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ മതി. താങ്ക്